ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ഒരു ഹെയർ ബോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലെയിൻ ഹെയർ ബോയും കുറച്ച് വുളൻ ത്രെഡും എടുക്കുന്നുണ്ട്. അപ്പോൾ വുളൻ ത്രെഡ് നമുക്ക് കുറച്ച് ആവശ്യത്തിലധികം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വുളൻ ത്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിൽ ഞാനിങ്ങനെ ആ ഒരു ഹെയർ ബോയുടെ അത്രയും നീളത്തിൽ ഞാനിതുപോലെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം നമ്മൾ കറക്റ്റ് സൈസ് അപ്പോൾ അതിനെക്കാട്ടും ഇച്ചിരി കൂടെ കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി 3 സ്ട്രാൻഡായിട്ട് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 3 സ്ട്രാൻഡ് വെച്ചിട്ട് മുടി പിന്നുന്ന പോലെ പിന്നാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഒരു കട്ടിയുള്ളൊരു സാധനത്തിൻ്റെ താഴോട്ട് വെച്ചിട്ട് ഒരു കട്ടിയുള്ള സാധനം അതിന് മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സെലോ ടേപ്പ് എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇതുപോലെ മുടി പിന്നുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിന്നി ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണിത്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ബോ ആണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് ബ്രെയ്ഡഡ് ഹെയർ ബാൻഡ്സ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുടി പിന്നിയ പോലത്തെ ഒരു ടൈപ്പ് ഹെയർ ബാൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ മുടി പിന്നിയ പോലെ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പശ വെച്ച് ഞാൻ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഫെവി ബോണ്ടിൻ്റെ പശയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള പശ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പം നമ്മൾ ഇതുപോലെ അതിൻ്റെ താഴ്വശം വരെയും താഴ്ഭാഗം വരെയും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു എന്താണ് ഏതെങ്കിലും ഇപ്പോൾ അതിൻ്റെ സൈഡിൽ 2 വശത്തായിട്ട് ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് കൂടിപ്പോൾ എന്നാലും നമ്മൾ ഇത്രയെങ്കിലും എടുത്തെങ്കിലും നമുക്ക് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഒരു കട്ടിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സാറ്റിൻ റിബണോ അങ്ങനെ എന്തെങ്കിലും മതി. ജസ്റ്റ് അതിൻ്റെ അല്ലെങ്കിൽ ഇതായാലും കുഴപ്പമില്ല. എന്താ ഫോം ഷീറ്റ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ആ ഒരു നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എല്ലാ ഹെയർ ബോസിൻ്റെയും താഴെ നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ പശ വെച്ച് അതുപോലെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ത്രെഡെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഹെയർ ബോ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈപ്പ് ഹെയർ ബോസ് ആണെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പം അതിനകത്ത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള ഹെയർ ബോസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പം നമ്മളിവിടെ ആ ഒരു വുളൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊരു വെറൈറ്റി, ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ബോ ആണ്. കൊച്ചു കൂട്ടുകാർക്കും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും പിന്നെന്താണ് വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബോ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഹെയർ ബോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഹെയർ ബോ, നമുക്കിത് പല കളേഴ്സിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ റെഡ് കളറാണ് ആദ്യത്തേത് ഫസ്റ്റ് പോർഷനിൽ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.